ഇങ്ങനൊന്നും ചോദിച്ചാൽ അയാൾ പറയത്തില്ല. അല്ല ഞാൻ പക്ഷെ അങ്ങനെ സംശയം കൊണ്ടോ അങ്ങനൊന്നും അല്ല ഞാൻ ചോദിക്കുന്നേ. പക്ഷെ എന്നാലും എനിക്കത് കണ്ടപ്പോ ഒരു വിഷമം തോന്നി. പിന്നെ ഞാൻ അല്ല ചേട്ടാ, വിഷമം എന്ന് പറഞ്ഞാൽ ഭാര്യയല്ലേ, അപ്പൊ അവർക്ക് ചില ഫീലിങ്സ് ഇങ്ങനെ വേറൊരു പെണ്ണ് അടുത്തിരിക്കും നമുക്ക് തോന്നും. അതിന്റെ ആവശ്യമില്ല, നീ എന്നെ കാണുന്നില്ല. ഞാൻ ഒന്നുമില്ല, ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ട് വിളിച്ചോണ്ട് വന്നില്ലേ. ഞാൻ അങ്ങനെ വേറെ പെണ്ണിന്റെ മുഖത്ത് നോക്കത്തില്ല. ഞാനും അത് തമാശയായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞതായിരുന്നു. എന്നാലും ഞാനാണെ ബസ്സിൽ നിൽക്കും, എന്തോരം തിരക്ക്, എനിക്കിരിക്കാൻ സീറ്റ് കിട്ടിയില്ല. ഞാൻ നോക്കിയപ്പോ കാണാൻ ചേട്ടനും ഒരു പെണ്ണ്. അങ്ങനെ ഞാൻ കണ്ടില്ലേ, വേറെ പേടിക്കൊന്നുമില്ല. നമ്മളിങ്ങനെ വന്നിട്ട് എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചത്. മഞ്ജിമ. അതാണല്ലേ. അങ്ങനെ അവളിപ്പോ ഞാൻ നോക്കി, അവൾ എന്റെ ഞാൻ സംസാരിച്ചു കൊടുത്ത് എന്റെ ചോദിച്ചു എവിടെ പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ് ഒരു ഓട്ടോ സെക്കൻഡ് ഹാൻഡ് വന്നിട്ടുണ്ട്, അതൊന്ന് മേടിക്കാനായിട്ട് പോവുക, ഞാനും വൈഫും ഉണ്ട്. അപ്പൊ അവള് പറഞ്ഞു അവള് ഇങ്ങനെ ബന്ധുവൊക്കെ പിരിഞ്ഞ് നിൽക്കുക. പോരാത്തതിന് അവളെ കുഞ്ഞുണ്ട്, 4-5 എന്തോ പഠിക്കുന്നത്. അവിടെ ജംഗ്ഷനിലോ ഫിനാൻസിലോ എന്തോ നിൽക്കുക. എനിക്കറിയായിരുന്നു, കാരണം അവളുടെ ഇതിൽ എനിക്ക് തോന്നി ചേട്ടനോട് എന്തോ ഒരു ഇതുള്ളൂ. ഇല്ല സത്യമായിട്ടില്ല, അവൾക്ക് എന്റെ അടുത്തില്ല. പക്ഷെ എനിക്ക് അങ്ങോട്ടുണ്ടായിരുന്നു. ഇല്ലെന്നല്ല, എനിക്ക് അങ്ങോട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്ന് ദുഃഖം പറഞ്ഞപ്പോ ഇപ്പൊ പറഞ്ഞു ഫിനാൻസിലാണ്, പിന്നെ ബസ് മഴയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ബസ്സിൽ പോകുന്നില്ല. 2 വീലർ അതിന്റെ 1-2 EMI മിക്കവാറും ഞാൻ അടക്കില്ല, അത് അടയ്ക്കൂല. എന്നാലും പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അവളെ അറിയാം. ഈ മഞ്ജിമ എന്ന് പറയുന്ന പെണ്ണിനെ നിങ്ങൾക്ക് അറിയാമായിരുന്നു. നിങ്ങൾ ഇത്രയും വർഷമായിട്ട് എന്നെ ചതിച്ചോണ്ടിരിക്കുവായിരുന്നു. പല്ലിയോ എടി, മഞ്ജിമ കണ്ടു, പരിചയപ്പെട്ടു, പോയി, തീർന്നില്ലേ? അങ്ങനെ തീർന്നില്ല. പിന്നെ ഇപ്പോഴും നിങ്ങൾ അവളെ പറ്റി ഇത്രയും ആദോരാതെ ഒരു മിനിറ്റ് അവളുടെ അടുത്തോട്ട് ഇരുന്നുള്ളൂ. സെൻസസുകാരെടുക്കുവോ ഇത്രയും ക്ലിയർ ആയിട്ട്? എന്നാലും അങ്ങനെയല്ല, അത് ഇത് വേറെ ഇത് വേണ്ട. നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നേ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്റെ കാശ് മുടക്കിട്ടാ നമ്മൾ ഈ വണ്ടി എടുക്കാൻ വന്നേക്കുന്നത്. ആ ബോധം വേണം നിങ്ങൾക്ക്. എടി, എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഓട്ടോ ഇറക്കി നമ്മൾ ഓടിക്കഴിഞ്ഞ് കിട്ടുന്ന പൈസ നിനക്ക് കൊണ്ട് തരും. ബാക്കി മിച്ചം ഉണ്ടെങ്കിലേ ഞാൻ എടുക്കുള്ളൂ. ആ ബാക്കി മിച്ചമുള്ളത് മഞ്ജിമയ്ക്ക് കൊണ്ട് കൊടുക്കാനായിരിക്കും. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, വണ്ടി നോക്കി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വേണം എടുക്കാം. ചുമ്മാ കണ്ട് ഇങ്ങനെ എടുത്തോണ്ട് വരരുത്. വണ്ടി നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മൾ എടുത്തോണ്ട് പോകണം. കണ്ട് നമ്മൾ നോക്കണം, അത് കൊള്ളാമോ എങ്ങനുണ്ട് കണ്ടിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കാവൂ. ചുമ്മാ ഇങ്ങനെ എടുത്തോണ്ട് പോരരുത്. അതെ, അങ്ങനെ എടുത്തോണ്ട് ഒന്നുകൊണ്ടാണ് ഞാൻ ഇപ്പൊ അനുഭവിക്കുന്നത്. അല്ല, നമുക്ക് നോക്കിയെടുക്കാം കേട്ടാ, കുഴപ്പമില്ല. അപ്പം നമുക്ക് വീട്ടുകാരനൊന്ന് വിളിച്ച് നമുക്ക് ചേട്ടോ, ചേട്ടോ ഒന്ന് വരുമോ? ഓട്ടോ നോക്കാൻ വന്നതായിരിക്കും. അല്ലല്ല, ഓട്ടോ വാങ്ങാൻ വേണ്ടി തന്നെ വന്നതാ. നോക്കിയാലല്ലേ ഓട്ടോ വാങ്ങാൻ പറ്റും. നോക്കി കണ്ട് ഇഷ്ടപ്പെടാൻ ഓട്ടോ വാങ്ങുന്നത്. അല്ല വാങ്ങിച്ചിട്ടാരല്ലേ ഓട്ടോ നോക്കോ? നോക്കിയിട്ടാണ് ഓട്ടോ വാങ്ങുന്നത്. വാങ്ങിയിട്ട് ഓട്ടോ നോക്കൂലേ? വാങ്ങിയിട്ട് വേണ്ടത് നോക്കിയിട്ടാണ് ഓട്ടോ വാങ്ങുന്നത്. നോക്കിയിട്ട് ഓട്ടോ. നീ പറഞ്ഞത് കേട്ടോ. സംസാരിച്ചോ. നീ പറഞ്ഞതുപോലെ പുള്ളി കേട്ടോ. പിന്നെ നീ പറഞ്ഞതുപോലെ പുള്ളി വന്ന് പറയുന്നു. എന്താന്നറിയത്തില്ല, എനിക്ക് അറിഞ്ഞൂടാ. അതില്ല ഈ ഓട്ടോയുടെ ഡീറ്റെയിൽ ഒന്നും പറഞ്ഞില്ല. കൂട്ടുകാരൻ പറഞ്ഞിട്ടാ ഓടി വന്നതേ. മറ്റേ ഓട്ടോറിക്ഷകളെ പോലെയല്ല ഈ ഓട്ടോ. പിന്നെ ഈ ഓട്ടോയ്ക്ക് 3 വീലാണുള്ളത്. അതെല്ലാ ഓട്ടോയ്ക്ക് 3 വീലല്ലേ ഉള്ളൂ. അല്ല, സ്റ്റെപ്പിന് ഉൾപ്പെടെ 4 വീലുണ്ട്. പക്ഷേ ഈ ഓട്ടോയ്ക്ക് സ്റ്റെപ്പിന് ഇല്ല, അങ്ങനെ 3 വീൽ. ആ സ്റ്റെപ്പിന് എന്ത് ചെയ്ത്? അത് ഞാൻ കുഴിമന്തി മേടിക്കാൻ വേണ്ടി സെക്കൻഡ് ഹാൻഡ് വിലക്ക് വിറ്റു. അല്ല, ഈ ഓട്ടോ എങ്ങനെ ചേട്ടാ എത്ര കിലോമീറ്റർ ഒക്കെ ഓടി? അതിന്റെ 70 ലക്ഷം 70,000 കിലോമീറ്റർ ഓടിയല്ലേ. നമ്മളൊരു വീട്ടിൽ കയറി വന്നതാ. ഓട്ടോ വാങ്ങിക്കുന്ന രണ്ടാമത്തെ ഒരു ആദിത്യ മര്യാദ അകത്ത് വിളിച്ചു ചേർത്ത് ഒരു കാപ്പി തരാം. അതൊരു മര്യാദ കാണിക്കാത്ത ഒരു മനുഷ്യനായി പോയല്ലോ. ഹലോ ചായ തരാത്തെന്തായിരിക്കും ചോദിക്കുന്നത്? ഇല്ല, അങ്ങനെ ഇല്ല. എനിക്ക് മനസ്സിലായി. ചായ തരാനാണെങ്കിൽ എന്റെ ഭാര്യ ഇവിടെ ഇല്ല. എനിക്കാണെങ്കിൽ ചായയുടെ അറിയത്തും. അഥവാ ചായ ഇട്ടത് ചായ കുടിച്ചിട്ട് ഓട്ടോ വേണ്ടെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ആ ചായയുടെ കാശ് നഷ്ടമാവില്ല. പേരെങ്ങനെയാന്ന് പറഞ്ഞില്ല. എന്റെ പേരോ കിളിവർണ്ണൻ. നമ്മൾ സോപ്പിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ 2 ലക്ഷം രൂപ ഓട്ടോ നമുക്ക് ഒരു രൂപയ്ക്ക് അടിച്ചിടാം. പറ്റുമോ? സോപ്പിട്ട് നിന്നാ ഭാര്യ ഇല്ലെന്നല്ലേ പറഞ്ഞു. അതൊന്നും ചോദിക്കണ്ട. ചോദിക്കാതെ പിന്നെ ചോദിക്കണ്ട. അല്ല, അതൊക്കെ പുള്ളിക്ക് ചിലപ്പോ എങ്ങനെ എടുക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റൂ. ഭാര്യ ഇല്ലെന്ന് പറഞ്ഞു. എവിടെ പോയിന്ന്? ഓട്ടോ മേടിക്കാൻ വന്ന ഓട്ടോ മേടിച്ചു പോകണം. ഭാര്യ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ചോദിച്ചല്ലേ പറഞ്ഞില്ല. വേണ്ട, അല്ല ചോദിച്ചല്ലേ. പ്ലീസ് ഞാൻ പറയാം. പ്ലീസ് പറയാൻ കഷ്ടമുണ്ട്. ഒരുപാട് പറയാൻ ആരും കേൾക്കൂല. എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നല്ലോ സംശയം. ഒരൊറ്റ കാറും കൂടെ പോയത്. സംശയം എന്ന് പറഞ്ഞാൽ നിന്ന സംശയം, ഇരുന്ന സംശയം, കിടന്ന സംശയം, തുണി കഴുകിയ സംശയം, തിന്ന സംശയം, തുമ്മിയ സംശയം. അതുപോലെ തന്നെ കല്യാണത്തിന് പോയ സംശയം, പായസം കുടിച്ച സംശയം, മീൻ കറിക്ക് ഉപ്പിലേക്ക് സംശയം, പായസത്തിന് കൂടിയ സംശയം, ലഡുവിന് മുന്തിരിയിലേക്ക് സംശയം, സംശയം. ഇത്രയും സംശയമുള്ളൊരു ഭാര്യ എനിക്ക്